യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-11 വാക്യം. ഞാൻ എൻ്റെ മലകളെ ഒക്കെയും വഴിയാക്കും, എൻ്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ ശ്രോതാക്കൾക്കും അനുഗ്രഹീതമായ പ്രഭാത വന്ദനം ആശംസിക്കുന്നു. മലകളെ വഴിയാക്കുന്ന ദൈവപ്രവൃത്തി എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ ശക്തമായ വിശ്വാസത്താലും പ്രാർത്ഥനയാലും ചില ദൈവിക അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവമക്കൾ അനുഭവിക്കേണ്ടിയവരാണ് എന്ന് തിരുവചന പഠനത്താൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. മലകൾ, കുന്നുകൾ, പർവ്വതങ്ങൾ എന്നിവകൾ ശക്തമായ ചില എതിരുകളെയും പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നവയാണ്. എന്നാൽ ചില അനുഗ്രഹങ്ങളുടെ പ്രതീകങ്ങളായും ചില സന്ദർഭങ്ങളിൽ ചില പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലെ ദൈവിക പദ്ധതികൾക്കും വാഗ്ദത്തങ്ങൾക്കും മുൻപിൽ തടസ്സമായി ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളായും നിയമക്കുരുക്കുകളായും വൈരികളായും ഒക്കെ സൂചിപ്പിക്കുകയാണ് മലകളെ എന്ന് വിളിക്കുന്ന ആ വാക്ക്. ദൈവം അനുവദിക്കുന്ന ചില മലകളും സാത്താന്റെ എതിർപ്പിനാൽ ഉയർത്തപ്പെടുന്ന ചില മലകളും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. പ്രിയരെ, ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ചില മലകളെ മാറ്റുവാനും അതിനെ ജയിപ്പാനും സഹായം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനാൽ ദൈവത്തിന്റെ തക്ക സമയത്ത് അവയെ ദൈവം തന്നെ തന്റെ വചനം അയച്ച് തകർത്ത് കളയാറുണ്ട്. എന്നാൽ ചില മലകൾ നാം തന്നെ നീക്കിക്കളവാൻ ദൈവം കൽപ്പിക്കാറും അല്ലെങ്കിൽ പറയാറുമുണ്ട്. നാം വിശ്വാസത്തിന്റെ ആജ്ഞ പുറപ്പെടുവിച്ച് അവയെ മാറ്റുന്നത് വരെ അവ മാറാതെ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുവാനിടയാകും. രണ്ടായാലും ദൈവ പൈതലിനുള്ള ഉറപ്പ് എന്നത് അവന്റെ മുൻപിൽ നിന്ന് മലകൾ നീങ്ങിപ്പോകും എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിന്റെ ആത്മീക ഭൗതിക പുരോഗമനത്തെ തടയുന്ന പർവ്വത സമാനമാകുന്ന വെല്ലുവിളികളെ, ഉപദ്രവങ്ങളെ വിശ്വാസത്താൽ തകർത്ത് കളയുവാൻ കഴിയത്തക്ക നിലയിൽ ഉത്സാഹമുള്ളവനായിരിക്കുവാൻ കഴിയണം ഓരോ വിശ്വാസികൾക്കും. പ്രിയരെ, പല മലകളും നമ്മിലുള്ള വിശ്വാസത്തെയും പോരാട്ടവീര്യത്തെയും വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നതാകയാൽ അവ പലതും നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിലെ വഴികളായിത്തീരും. ചില പ്രശ്നങ്ങൾ കൂട്ടമായവയും വളരെ ശക്തമായതുമായിരിക്കും. അവ മാറ്റുവാൻ നാം കൂട്ടായ്മയുടെ സഹായവും ഐക്യതയും ഉപയോഗിക്കേണ്ടതായിട്ടും വരും. ചിലത് താൽക്കാലികമായതും ചിലത് ദീർഘകാലം നിൽക്കുന്നതും പോരാടുന്നതുമായ മലകളുമായിരിക്കും. നാം ശക്തമായ വിശ്വാസ വീര്യത്തോടും ആത്മീക ശുഷ്കാന്തിയോടും പ്രാർത്ഥനയിൽ പോരാടിയാൽ അവ നമ്മുടെ മുൻപിൽ നിന്ന് നീങ്ങി ദൈവത്തിന്റെ വഴിയായി രൂപപ്പെടും എന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയായിത്തീരണം. നമ്മുടെ മുൻപിലുള്ള കുന്നുകളെയും മലകളെയും ദൈവം പെരുവഴികളാക്കി മാറ്റുമ്പോഴേ നാളിതുവരെ നമ്മുടെ ചില പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കും മറുപടി എന്തുകൊണ്ട് വൈകി എന്ന് മനസ്സിലാക്കുകയുള്ളൂ. തടസ്സങ്ങളാകുന്ന മലകൾ നീക്കപ്പെടുക തന്നെ വേണം. നാം ശക്തമായി ദൈവത്തിലും ദൈവപ്രവൃത്തിയിലും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയന്, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും ചില മലകൾ മാറാതെ നിൽക്കുന്നത് കാണുമ്പോൾ വിശ്വാസം പതറിപ്പോകുകയോ വിശ്വാസത്തിൽ ക്ഷീണാവസ്ഥ തോന്നുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്പോഴും പിറുപിറുക്കാതെ, വാഗ്ദത്തത്തെ അവഗണിച്ച് കളയാതെ ദൈവത്തെ വിശ്വസിക്കുക, മുറുക്കെ പിടിക്കുക. നമുക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി എന്തെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. അവനത് അറിയുന്നു. നമ്മുടെ പാതയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മല ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ ഒട്ടും ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. അവ നിന്റെ മുൻപിൽ ഏറിയ നാൾ നിൽക്കുകയില്ല എന്ന ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നത് ഉറച്ചു വിശ്വസിച്ചാൽ മതി. ദൈവം അതിനെ നിരത്തി നേർപ്പാതയാക്കി അതിൽ കൂടി കൂടപ്പുറപ്പി നിങ്ങളെ വഴി നടത്തും. അവങ്കിൽ മാത്രം ആശ്രയിക്കുക. നിങ്ങളുടെ മുൻപിലുള്ള ചില പർവ്വതങ്ങൾ മാറിപ്പോകുവാനുണ്ട്. ചില മലകൾ
നീങ്ങിപ്പോയി നിങ്ങളുടെ മുൻപിൽ ചില വഴികൾ നിരത്തപ്പെടാനുണ്ട്. അത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത് തിരിച്ചറിഞ്ഞ് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുവാൻ താല്പര്യപ്പെടുക. കൂടപ്പിറപ്പുകളെ, മുൻപോട്ട് പോകുവാനാവാതെ ചില മലകൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ? ഏറിയ നാളായി ഉയർന്നു നിൽക്കുന്ന ചില തടസ്സങ്ങൾ മാറാതെ നിൽക്കുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾ ഒരു മരവിച്ച അവസ്ഥ പോലെ നിങ്ങളുടെ ആത്മീയ നിലവാരം ആയിരിക്കുന്നുവോ? ഉണരുക, എഴുന്നേൽക്കുക. ദൈവവഴിയിൽ, ദൈവിക നടത്തിപ്പിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ധൈര്യപ്പെടുക. നിങ്ങളുടെ മലകളെയൊക്കെ നിങ്ങൾക്ക് വഴിയാക്കി തരും. നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ പെരുവഴികൾ തന്നെ പൊങ്ങിയിരിക്കും. പ്രാർത്ഥനയിൽ തന്നെ ഉറ്റിരിക്കുക. വിശ്വാസത്താൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. നിങ്ങളുടെ മുൻപാകെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടുകൂടി ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ? ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കാട്ട്, കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ട്, മുട്ടുകളെ മടക്കാമെങ്കിൽ മടക്കിക്കാട്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ, ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ അനുഗ്രഹങ്ങൾക്ക്, അവരുടെ വാഗ്ദത്തങ്ങൾക്ക്, അവരുടെ ആത്മീയ മുന്നേറ്റത്തിന് മുൻപിൽ തടസ്സം ഉയർത്തി നിൽക്കുന്ന ചില മലകൾ, പെട്ടെന്ന് ഉയർന്നു വന്ന ചില മലകൾ, കർത്താവേ, ചില നാളുകളായി ഉയർന്നു നിൽക്കുകയും മാറാതെ നിൽക്കുകയും ചെയ്യുന്ന ചില മലകൾ, അതിന് മുൻപിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട്, ഭാരപ്പെട്ട്, തളർന്നു പോകാൻ ഇടയാകാതെ അവർ ബലപ്പെട്ട് നിൽക്കുവാൻ അവർക്ക് കൃപ പകരണമേ. ആ മലകൾ അവരുടെ മുൻപിൽ നിന്ന്, ആ വഴി തടസ്സങ്ങൾ അവരുടെ മുൻപിൽ നിന്ന് നീക്കി കർത്താവ് അവർക്ക് വഴി ഒരുക്കുവാൻ പോകുന്ന, വഴി നിരത്തുവാൻ പോകുന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകലിൽ അപ്രകാരമുള്ള ചില അനുഗ്രഹങ്ങളും വിടുതലുകളും നിന്റെ മക്കൾ ഏറ്റെടുത്ത് അനുഭവിക്കുവാൻ തക്കവരെ പ്രാപ്തരാക്കണമേ കർത്താവേ. തന്മൂലം ദൈവനാമം മഹത്വപ്പെടുവാൻ, അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ ഉയർത്തുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
ശിവ